ഹായ് ഗായ്സ്, നമ്മൾ ലാസ്റ്റ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു 2 ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ടുള്ളൊരു ആലോവേറ ജെൽ മേക്കിങ്ങിൻ്റെ വീഡിയോ അല്ലേ. അപ്പോൾ അതിനകത്ത് നമ്മൾ ആലോവേറ ജ്യൂസ് ഉപയോഗിച്ചിട്ടാണ്, അതായത് ആലോവേറ ജ്യൂസും ജാന്തം ഗമ്മൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടാക്കിയിട്ടുള്ള ഒരു ജെല്ലായിരുന്നു. ഇന്ന് നമ്മൾ ചെയ്ത് കാണിക്കാൻ പോകുന്ന ജെല്ല് തന്നെയാണ്. പക്ഷേ ഇന്ന് ഇതിൻ്റെ കൂടെ നമ്മൾ ഒരു വീഡിയോ കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ ഫോണിൽ നോക്കുന്ന സമയത്ത് നിങ്ങളുടെ ലെഫ്റ്റ് സൈഡ് കാണുന്നത്, ഇടതു ഭാഗത്ത് കാണുന്ന ആ ഒരു വീഡിയോ ആണ് നമ്മൾ ഫുൾ ആലോവേറയുടെ ജ്യൂസ് ഉപയോഗിച്ചിട്ടുണ്ടാക്കിയിട്ടുള്ള ആലോവേറ ജെല്ല്. ഓക്കെ, ഇങ്ങേ സൈഡ് നമ്മുടെ ഓപ്പോസിറ്റ് സൈഡ്, അതായത് റൈറ്റ് സൈഡ് വലതുഭാഗത്ത് കാണുന്നത് നമ്മൾ ശുദ്ധമായ പച്ചവെള്ളത്തിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ആലോവേറ ജെല്ലാണ്. അപ്പോൾ 2 വീഡിയോ ഞാനിവിടെ പ്ലേ ചെയ്ത് കാണിക്കുന്നുണ്ട്. ഒരെണ്ണത്തിൽ നമ്മൾ ആലോവേറ ജ്യൂസിനകത്തേക്ക് ജാന്തകം ആഡ് ചെയ്യാണ്, മറ്റൊരെണ്ണത്തിലേക്ക് നമ്മൾ ശുദ്ധമായ പച്ചവെള്ളത്തിൽ, അതായത് ഡിസ്റ്റിൽഡ് വാട്ടർ ഉപയോഗിച്ചിട്ട് അതിനകത്തേക്ക് നമ്മൾ ജാന്തകം ആഡ് ചെയ്യാണ്. എന്നിട്ട് ഇത് രണ്ടും കൂടി നമ്മൾ റെസ്റ്റിന് വയ്ക്കുകയാണ്. റെസ്റ്റിന് വെച്ച ശേഷം ഉണ്ടാകുന്ന റിസൾട്ടാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ റൈറ്റ് സൈഡിലുള്ള, അതായത് വലതു ഭാഗത്തുള്ള ആ ഒരു ഫേക്ക് ആയിട്ടുള്ള ആലോവേറ ജെൽ ഉണ്ടാക്കുന്ന ആ ഒരു വീഡിയോയ്ക്കകത്ത് നമ്മൾ വേറൊരു പൗഡർ കൂടി മിക്സ് ചെയ്തിട്ട് വേറൊരു ഇതും കൂടി ഞാൻ കാണിക്കുന്നുണ്ട്. അത് സിന്തറ്റിക് ആയിട്ടുള്ള തിക്കനിങ് ഏജൻ്റാണ് കേട്ടോ. അത് ഞാൻ അതും ഇതിനകത്തേക്ക് നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട്. എത്രമാത്രം നിങ്ങളിത് മനസ്സിലാക്കിയിട്ട് ഇനി മേടിക്കാൻ പോകുമ്പോൾ ഇതെല്ലാം ഓർത്ത് വെച്ച് വേണം കേട്ടോ നിങ്ങളൊരു ജെല്ല് മേടിക്കാനായിട്ട്, അല്ലെങ്കിൽ വേറെ എന്ത് പ്രോഡക്റ്റ് മേടിക്കാനായിട്ടും. നമുക്കൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കാനായിട്ട് ചില കാര്യങ്ങൾ കേട്ടോ, എല്ലാം ഞാൻ പറയുന്നില്ല, ചില കാര്യങ്ങൾ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഒത്തിരി കാര്യങ്ങളുടെ അല്ലെങ്കിൽ ഒത്തിരി ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമൊന്നുമില്ല. ഒരു 2, 3, 4 ഇൻഗ്രീഡിയൻസ് മാത്രം മതി കേട്ടോ. അത് ഉപയോഗിച്ചിട്ട് തന്നെ നമുക്കൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാം. ബേസാണ് ഞാൻ പറയുന്നത്. നമുക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും ഈ കാര്യങ്ങൾ വർക്കൗട്ട് ആവില്ല കേട്ടോ. അതിനകത്തൊക്കെ പറയുമ്പോൾ മെയിൻ പറയുമ്പോൾ നമുക്ക് സൺസ്ക്രീനൊക്കെ ഉണ്ടാക്കണമെങ്കിലും കുറച്ചധികം പ്രോഡക്റ്റൊക്കെ വേണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ എക്സാമ്പിളായിട്ട് കാണിക്കുന്നത് ഒരു ആലോവേറ ജെല്ല് ഉണ്ടാക്കണമെങ്കിൽ ഒരു തിക്കനിങ് ഏജൻറ്റും അല്പം ആലോവേറയുടെ ജ്യൂസും ഉണ്ടെങ്കിൽ നമുക്കിത് ആലോവേറ ജെല്ല് റെഡിയാണ്. അപ്പോൾ 3 ജെല്ല് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ കാണിക്കുന്നത് നമ്മൾ ഫസ്റ്റ് ഒറിജിനലായിട്ടുള്ള നമ്മുടെ പ്യുവറായിട്ടുള്ള 100% ആലോവേറയുടെ ജ്യൂസ് മിക്സ് ചെയ്തിട്ടുള്ള ജെല്ലാണ് ഈ കാണുന്നത്. ഓക്കെ ഗൈസ്, ഇത് കണ്ടല്ലോ, ഇതാണ് നമ്മുടെ സാക്ഷാൽ പച്ചവെള്ളം ഉപയോഗിച്ച് കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ആലോവേറ ജെല്ല്. ഇതിനകത്ത് ഞാൻ എവിടെയെങ്കിലും ജ്യൂസ് ചേർക്കുന്നതായിട്ട് നിങ്ങൾ കണ്ടായിരുന്നോ? ഇതിനകത്ത് നമ്മൾ വെറും പച്ചവെള്ളം മാത്രം ഉപയോഗിച്ചിട്ടുള്ളൂ, അതായത് നമ്മൾ ഡിസ്റ്റിൽഡ് വാട്ടർ അത് മാത്രം ഇതിനകത്ത് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളൂ. എന്തോരം ക്ലിയർ ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് കണ്ടല്ലോ. ക്ലിയർ ആയിട്ടുള്ള ജെല്ലും അങ്ങേ സൈഡൊന്ന് നോക്കിയാൽ നമ്മുടെ ആലോവേറ ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, നല്ല ഗ്രീൻ കളറിൽ കേട്ടോ. ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സിന്തറ്റിക് ഏജൻ്റാണ്, തിക്കനിങ് ഏജൻ്റാണ് ഇതിനകത്തേക്ക് ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടി നമുക്ക് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഗൈസ് ഇനി നമുക്ക് പച്ചവെള്ളം ഉപയോഗിച്ചിട്ടും ആലോവേറ ജെല്ല് ഈസി ആയിട്ട് മേക്ക് ചെയ്തെടുക്കാം. ഇത് തന്നെയാണ് കേട്ടോ നമുക്ക് മാർക്കറ്റിലും അവൈലബിൾ ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ മനസ്സിലായോ ഒറിജിനൽ എന്താ ഇത്ര റേറ്റ്, ഫേക്കായിട്ട് നമുക്ക് ഇതുപോലെ കിട്ടുന്ന പച്ചവെള്ളം ഉപയോഗിച്ച് കൊണ്ടുണ്ടാക്കുന്ന ആലോവേറയ്ക്ക് എന്താ ഇത്ര റേറ്റിൽ ഈസി ആയിട്ട് കിട്ടുന്നതെന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായ? ഗുട്ടൻസ് പിടി കിട്ടിയാ? ഇത് തന്നെയാണ് സംഭവം. ഇനി വേറൊരു സംശയം വരാം കേട്ടോ. നിങ്ങളിപ്പോൾ ചോദിക്കാം, അപ്പോൾ ഈ വലിയ വലിയ ബ്രാൻഡ്സിൻ്റെയൊക്കെ ആലോവേറ ജെൽ നല്ല ക്ലിയർ ആണല്ലോ, അപ്പോൾ അവരും ഫേക്കാണോ, അവരും ഇതുപോലെ പച്ചവെള്ളം ഉപയോഗിച്ചിട്ടാണോ തരുന്നതെന്നുള്ളത്? അങ്ങനെയല്ല. ഈ ആലോവേറ ജെൽസ് ഇപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ആ ഒരു ഒറിജിനൽ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഹോം മെയ്ഡായിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ചെറിയ ക്വാണ്ടിറ്റിയിലാണ്, കുറച്ച് ക്വാണ്ടിറ്റിയിൽ നമ്മൾ ഉണ്ടാക്കി വെക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആലോവേറ ജ്യൂസ് ആ ഒരു കളറാണ് നിങ്ങൾക്ക് കാണുന്നത്. ആലോവേറ ജ്യൂസ് എടുത്തിട്ട് നമ്മൾ തിളപ്പിച്ചിട്ട് ആ ഒരു ഇതിലാണ് നമുക്ക് ഇതൊക്കെ ചെയ്തിട്ട് നിങ്ങളുടെ കയ്യിൽ എത്തിക്കുന്നത്. അപ്പോൾ ഈ വലിയ വലിയ ബ്രാൻഡ്സുകൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ അവർ ബൾക്കായിട്ടാണ് ചെയ്യുന്നത്. അവർക്കിത് ഒരുപാട് നാളത്തേക്ക് എടുത്ത് വെക്കാനുള്ളതാണ്. 2 വർഷം വരെയൊക്കെയായിരിക്കും ചിലപ്പോൾ എക്സ്പയറി ഡേറ്റ്. അപ്പോൾ ഇവർക്ക് ഒരുപാട് നാളത്തേക്ക് ഇത് സ്റ്റോർ ചെയ്ത് വെക്കണം. അപ്പോൾ അതിനനുസരിച്ച് പ്രിസർവേറ്റീവ്സ് ചേർത്തെങ്കിലും നമുക്ക് ഈ ഒരു ആലോവേറയുടെ ജ്യൂസ് അവർ നല്ല പ്യൂരിഫൈ ചെയ്യും കേട്ടോ. പ്യൂരിഫൈ ചെയ്തിട്ട് നമുക്കിപ്പോൾ പച്ചവെള്ളം എങ്ങനെ ഇരിക്കുന്നു, പച്ചവെള്ളത്തിൻ്റെ കളർ കണ്ടിട്ടില്ല, അതുപോലെ നമുക്ക് ആലോവേറ ജ്യൂസ് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ ജസ്റ്റ് ആമസോണിൽ ആലോവേറയുടെ നല്ലൊരു ജ്യൂസ് നോക്കുകയാണെങ്കിലും ഇതുപോലെ പച്ചവെള്ളത്തിൻ്റെ കളറൊന്നുമില്ല, ജസ്റ്റ് അറിയാൻ വേണ്ടി പറയാൻ കേട്ടോ. ആ പച്ചവെള്ളത്തിൻ്റെ ആ ഒരു ടെക്സ്ചറിലായിരിക്കും നമുക്ക് ആലോവേറയുടെ ജ്യൂസ് അവർ തരുന്നത്. അങ്ങനെയും പ്യൂരിഫൈ ചെയ്തിട്ട് അത് ചെയ്തുകൊണ്ടായിരിക്കും അവരുടെ ബ്രാൻഡ്സ് നിങ്ങൾ നോക്കുകയാണെന്ന് അറിയാം, നല്ല റേറ്റ് ഉണ്ടാവും. ഇതിനേക്കാളും റേറ്റ് ഉണ്ടാവും, ഞാൻ കൊടുക്കുന്നതിനേക്കാളും റേറ്റ് ആയിരിക്കും. അവർ അത്രയും നല്ല രീതിക്ക് അതിനെ പ്യൂരിഫൈ ചെയ്തിട്ട് അതിൻ്റെ ആ ഒരു കോസ്റ്റ് ഉണ്ടാവുമല്ലോ പ്യൂരിഫൈ ചെയ്യാനായിട്ട്. അപ്പോൾ അതെല്ലാം ആഡ് ചെയ്തിട്ടാണ് അവർ തരുന്നത്.
നമ്മളെന്ന് പറയുമ്പോൾ തിളപ്പിച്ചിട്ട് അതിൻ്റെ ആ ഒരു കേടും കാര്യങ്ങളൊക്കെ മാറ്റി തിളപ്പിച്ചിട്ട് അതങ്ങ് തരുന്നതുകൊണ്ട് നമുക്ക് അതിൻ്റെ കളർ മാത്രം ആ ഒരു നാച്ചുറൽ കളർ ഉണ്ടല്ലോ അതുണ്ട്. അവർ ആ ഒരു നാച്ചുറൽ കളറിനെ പ്യൂരിഫൈ ചെയ്തിട്ട് മാറ്റിയിട്ടാണ് അവരുണ്ടാക്കി തരുന്നത്. ഓക്കെ, അപ്പോൾ കളറിൽ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും ഒറിജിനൽ ഏതാണോ ഫേക്ക് ഏതാണെന്നുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് നോക്കിയിട്ടും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. കുറഞ്ഞ അളവിലുള്ള ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് നോക്കിയിട്ട് വേണം നിങ്ങൾ ഓരോ പ്രൊഡക്റ്റും ചൂസ് ചെയ്യാനായിട്ട്. ഒത്തിരി ഇൻഗ്രീഡിയൻസ് വാരി വലിച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾ മാക്സിമം ആ പ്രോഡക്റ്റ് ഉപയോഗിക്കാതെ ഇരിക്കാനായിട്ട് നോക്കുക കേട്ടോ. ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങൾ ആലോവേറ ജെല്ല് മേക്ക് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ജസ്റ്റ് നമുക്ക് ആലോവേറയുടെ കളർ ഒന്നും കൂടി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വൈറ്റ് പേപ്പറിനകത്ത് ഇത് ഇച്ചിരി അങ്ങ് അപ്ലൈ ചെയ്ത് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ആലോവേറ ജെല്ല് ഇതാ ഏറ്റവും മുകളിൽ കാണിക്കുന്ന ആലോവേറ ജെൽ ഉണ്ടല്ലോ, അതാണ് നമ്മൾ കൊടുക്കുന്നത്. പക്ഷേ ഞാൻ വീഡിയോക്കകത്ത് ഫുൾ ആലോവേറ ജ്യൂസാണ് ആഡ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ചേർക്കുന്നത് 72 അല്ലെങ്കിൽ 80%. ഓക്കെ, 70% അല്ലെങ്കിൽ 80% ജ്യൂസ് ആഡ് ചെയ്തിട്ട് ബാക്കി 20% അല്ലെങ്കിൽ 13% നമ്മൾ വെള്ളം ആഡ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ നമ്മൾ അതിനകത്ത് സാഫ്രോൺ ആഡ് ചെയ്തുകൊണ്ടാണ് നമുക്ക് ആ ഒരു യെല്ലോ കളറിൽ നമ്മുടെ ഷംനൂസ് ഓർഗാനിക് ഹെർബൽ ബ്യൂട്ടിയുടെ ആലോവേറയുടെ ജെല്ലിൻ്റെ കളർ അങ്ങനെ ഇരിക്കുന്നത്. സാഫ്രോൺ ആഡ് ചെയ്തുകൊണ്ടാണ് കേട്ടോ ഒരു യെല്ലോ ടു ഒരു ഗോൾഡൻ കളറൊക്കെ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ബാക്കി നമ്മൾ രണ്ടും കണ്ടല്ലോ നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടാണ് ഇരിക്കുന്നത്. ഇതിനകത്ത് നമ്മൾ ഒരു തരി പോലും ആലോവേറയുടെ ജ്യൂസ് ആഡ് ചെയ്തിട്ടില്ല. ആലോവേറ ജ്യൂസ് നമ്മൾ ചേർത്തിരിക്കുന്നത് എന്ന് പറയുന്നത് ഫസ്റ്റ് നമ്മൾ മുകളിൽ അപ്ലൈ ചെയ്തിരിക്കുന്ന ആ ഒരു കൂട്ടിനകത്ത് മാത്രം ആലോവേറ അടങ്ങിയിട്ടുള്ളൂ. ബാക്കി രണ്ടും പച്ചവെള്ളമാണ് കേട്ടോ.